കൊൽക്കത്തയിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി പദയാത്ര നടത്തുന്നുമുണ്ട്. ഡോക്ടർ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട ആർജിക്കർ ആശുപത്രിയിലേക്ക് ഞങ്ങളുടെ പ്രതിനിധി ആദിൽ പാലോട് എത്തിയിട്ടുണ്ട്. ആദിൽ പാലോട്, പ്രതിഷേധം ഇരമ്പുകയാണ്. രാത്രി തുടങ്ങി പിന്നീട് ഇന്നലത്തെ പകലും ഇന്നലത്തെ രാത്രിയും പിന്നിട്ട് ഇന്നത്തേക്കാകുമ്പോഴേക്കും രാജ്യവ്യാപക പ്രതിഷേധം പൂർണ്ണതോതിൽ നടക്കുകയാണ്. ആർജിക്കർ ആശുപത്രിയിലേക്ക് എത്തുമ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് എന്താണ് ആദിൽ? ആർജിക്കർ ആശുപത്രിക്ക് മുന്നിലാണ് റിപ്പോർട്ടറിന്റെ സംഘമുള്ളത്. ആർജിക്കർ ആശുപത്രി നമുക്ക് കാണാം. ഈ എമർജൻസി എക്സിറ്റ്, എമർജൻസി വിഭാഗത്തിന്റെ, അത്യാഹിത വിഭാഗത്തിന്റെ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇവിടെയാണ് ഒരു സംഘം ആളുകൾ കഴിഞ്ഞ ദിവസം എത്തി ഈ ആശുപത്രിയിലെ പ്രധാനപ്പെട്ട ഈ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തകർക്കുന്ന കാഴ്ചയിലേക്ക് പോയത്. ഇവിടെ ദൃശ്യങ്ങളുണ്ട്, നമുക്ക് കാണുകയും ചെയ്യാം. ആർജിക്കർ ആശുപത്രിയിലെ ഡോക്ടറുടെ കൊലപാതകത്തെ തുടർന്നുണ്ടായ സമരം, അത് പ്രക്ഷോഭത്തിലേക്ക് ഒരു കൂട്ടം ആളുകൾ ഇവിടെ എത്തുകയും ഈ എമർജൻസി വിഭാഗം അടിച്ച് തകർക്കുകയും ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്കിപ്പോൾ തത്സമയം കാണാൻ കഴിയുന്നുണ്ട്. ഒരു വശത്ത് പ്രതിഷേധവും നടക്കുന്നുണ്ട്, മറ്റൊരു വശത്ത് CBI വിശദമായുള്ള അന്വേഷണത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇപ്പോൾ അറസ്റ്റിലായ പ്രതി മാത്രമാണോ ഈ കൊലപാതകത്തിൽ പങ്കുചേർന്നിട്ടുള്ളത് എന്ന സംശയമാണ് CBIക്കുള്ളത്. ഒരു കൂട്ടക്കൊല നടന്നിട്ടുണ്ട്, ഒരു പീഡനത്തിൽ കൂട്ടാളികളുണ്ട് സഞ്ജയ് റോയ്ക്കൊപ്പം, പ്രതിക്കൊപ്പം എന്നുള്ളതാണ് നിലവിലെ CBIയുടെ അനുമാനം. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലുകളിലേക്ക് കൂടെയുണ്ടായിരുന്ന ഡോക്ടർമാരെ ചോദ്യം ചെയ്തു. അപ്പോൾ ഇപ്പോൾ മുൻ പ്രിൻസിപ്പൽ ഈ ആർജിക്കർ മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ നേരത്തെ തന്നെ ഈ പ്രതിഷേധത്തെ തുടർന്ന് രാജിവെക്കുകയും മറ്റും ചെയ്തിരുന്നു. ഈ പ്രിൻസിപ്പലിനെ കൂടി ചോദ്യം ചെയ്ത് CBI ഒരു വശത്ത് പ്രതിഷേധം നടക്കുന്നത് കാണാം. വലിയ തോതിലുള്ള പ്രതിഷേധം, വിദ്യാർത്ഥികൾ, ഇവിടെയുള്ള ജീവനക്കാർ എല്ലാവരും ചേർന്ന് പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. താൽക്കാലിക സമരപ്പന്തൽ കെട്ടിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി കാണാമെന്ന് തോന്നുന്നു. കൊൽക്കത്തയിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ മുന്നിൽ ഉള്ള ദൃശ്യങ്ങളിലേക്ക് നമുക്ക് നാച്ചുറൽ ആംബിയൻസിലേക്ക് പോകാം. ആർജിക്കർ ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധം ഇരമ്പുകയാണ്. പ്രതിക്ക് വധശിക്ഷ നൽകണം, അതിനപ്പുറം മറ്റൊന്നുമില്ല. ഡോക്ടറെയാണ് കൊലപ്പെടുത്തിയത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സർക്കാർ സമ്പൂർണ്ണ പരാജയം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധവും അവിടെ നടക്കുന്നു. 19 പേരെയാണ് ഇതിനകം അവിടെ പിടികൂടിയിരിക്കുന്നത്. അജ്ഞാത സംഘമെന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. ആദിൽ പാലോട്, അജ്ഞാത സംഘമെന്ന് പോലീസ് ഇപ്പോഴും പറയുന്നു. വലിയ പ്രതിഷേധം അവിടെ നടക്കുകയും ആശുപത്രിയിലെ വിവിധ ഭാഗങ്ങളും സമരപ്പന്തലും അടിച്ചു തകർത്തതുമായ 19 പേർ. ഞാൻ കോഴിക്കോടുള്ള ഒരു ഡോക്ടർ, മലയാളി ഡോക്ടർ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്നുണ്ട്. PGക്ക് പഠിക്കാണ് ഡോക്ടർ. അതെ, ഇപ്പൊ PG ഫൈനൽ ഇയർ സ്റ്റുഡന്റ്. എന്താണ് ഇവിടുത്തെ നിലവിലൊരു സിറ്റുവേഷൻ? നിലവിലൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് സിൻസ് ഫ്രൈഡേ വി വർ ഓൺ സ്ട്രൈക്കിലായിരുന്നു. നമ്മൾ എമർജൻസി സർവീസസ് ഒഴിച്ച് ബാക്കി എല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ബട്ട് ഫാക്കൽറ്റി, എമർജൻസി സർവീസസിൽ ഫാക്കൽറ്റീസ് ആർ വർക്കിംഗ്. നമ്മൾ PG സ്റ്റുഡൻസ് ആൻഡ് SRs ആർ നോട്ട് വർക്കിംഗ്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. സ്ട്രൈക്ക് ഹാസ് ബീൻ ഗോയിങ് ഓൺ. ബട്ട് ലാസ്റ്റ് ഓൺ ദ ഈവ് ഓഫ് ഇൻഡിപെൻഡൻസ് ഡേ നൈറ്റിൽ ഒരു ആർജിക്കർ ആശുപത്രിയിൽ നിന്നുള്ള മലയാളി ഡോക്ടറുടെ പ്രതികരണമാണ് ആദിൽ പാലോട് എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എമർജൻസി ബിൽഡിംഗ് കംപ്ലീറ്റ് നശിപ്പിച്ചു. നമ്മളെല്ലാവരും ജീവന കൊണ്ട് ഓടേണ്ട അവസ്ഥയായിരുന്നു എല്ലാ സ്ഥലത്തും. ആ സമയത്ത് ഒരു വലിയ കൂട്ടം ആളുകൾ എക്സാക്ട്ലി നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ഗേൾസ് ആൻഡ് ബോയ്സ് നമ്മൾ ഓരോരോ സ്ഥലത്ത് കിട്ടിയ സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ട് ലോക്ക് ചെയ്തിരുന്ന് കിട്ടിയ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കിട്ടിയ വടിയെല്ലാം വെച്ച് ആംഡായിട്ട് ഇരിക്കുകയായിരുന്നു. എനിത്തിങ് കൂടെ ഹാപ്പൻ ടു അസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. സമരത്തെ തകർക്കാൻ വേണ്ടി ആയിരിക്കും ഒരുപക്ഷെ എത്തിയതെന്ന് സംശയിക്കുന്നു. ഐ കാൻ കമന്റ് ഓൺ ഇറ്റ്, ബട്ട് വി ഡോണ്ട് നോ, വി സ്റ്റിൽ ഡോണ്ട് നോ. നിലവിലെ സിറ്റുവേഷൻ എന്താണ്? പ്രതിഷേധം തുടരുകയാണ്. ഡെഫിനറ്റ്ലി ആണ്. അതോറിറ്റീസ് ഹാവ് നോട്ട് ടേക്കൺ അക്കൗണ്ടബിലിറ്റി ഓർ റെസ്പോൺസിബിലിറ്റി ഓഫ് the situation. They have not responded well. Adana ippathe situation. So all the demands which we have given, adu ippadum on aanu. Protest will be on. So we
ഡിമാൻഡ്. ഒരു കാര്യക്ഷമമായ അന്വേഷണത്തിലേക്ക് CBI ഇത് ഏറ്റെടുക്കുമ്പോഴും ഒരു കാര്യക്ഷമമായ അന്വേഷണത്തിലേക്ക് പോകണമെന്നാണ് പൊതുവിലുള്ള ആവശ്യം. നമുക്ക് അന്വേഷണത്തിന്റെ അപ്ഡേറ്റ്സ് ഒന്നും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. സോ അത് പെട്ടെന്ന് തന്നെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അത്രയും നമുക്ക് ലൈക്ക് അതുവരെ നമ്മള് കൃത്യമായ ഒരു ഉത്തരം കിട്ടുന്നത് വരെ സമരം തുടരും. അതെ അത് തന്നെയാണ് ഇതുവരെയുള്ള ഡിസിഷൻ ഉള്ളത്. ഒരു മലയാളി ഡോക്ടറാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ഡോക്ടറുടെ പേര് ഡോക്ടർ വൈശാഖ. കോഴിക്കോട് നിന്നുള്ള വൈശാഖ ഡോക്ടർ ഇവിടെ PGക്ക് പഠിക്കുകയാണ്. ഇതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് വളരെ ബുദ്ധിമുട്ടുന്ന ഒരു അനുഭവമാണ് എന്നതാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു ഭാഗത്ത് പ്രതിഷേധം തുടരുന്നു, മറുഭാഗത്ത് ഒരു ആശുപത്രി തന്നെ തല്ലിപ്പൊളിച്ചിട്ടിരിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇവിടെ പ്രതിഷേധം തുടരുന്നുണ്ട്. മറുവശത്താണെങ്കിൽ വലിയ സുരക്ഷ ഈ ഭാഗത്ത് പോലീസ് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. പോലീസിന്റെ വലിയ സന്നാഹം ഇപ്പോൾ നിൽക്കുന്നയിടത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. ലോറികളിലാണ് അവിടേക്ക് അക്രമികൾ എത്തിയത്. നിറയെ കമ്പും വടിയും കല്ലും ഒക്കെയായി അവർ വന്ന് ലോറിയിൽ നിന്നിറങ്ങി ഈ സമരപ്പന്തലിൽ അതിൽ നിൽക്കുന്നതിന് തൊട്ടപ്പുറത്ത് ബാരിക്കേഡ് അടിച്ചു പൊളിച്ച് അവിടെ ഉണ്ടായിരുന്നവരെ എല്ലാം തല്ലി ചതയ്ക്കുന്ന കാഴ്ചയായിരുന്നു. അതിലാണിപ്പോൾ 19 പേരെ പിടികൂടിയിരിക്കുന്നത്. ഡോക്ടറെ കൊലപ്പെടുത്തിയതിനെതിരെയുള്ള പ്രതിഷേധം, ആ പ്രതിഷേധത്തിന് നേതൃത്വം നൽകുന്ന ആളുകളെ പോലും തല്ലി ഓടിക്കുന്ന ഒരു സാഹചര്യമാണ് അവിടെയുള്ളത്. അതിനെതിരായ പ്രതിഷേധം ഇപ്പോൾ അവർ കൂടുതൽ പേർ രംഗത്ത് വന്നുകൊണ്ട് ആശുപത്രിയിലെ ഡോക്ടേഴ്സും വിദ്യാർത്ഥികളും എല്ലാം ഒന്നടങ്കം അണിനിരന്നുകൊണ്ട് സർക്കാരിനെതിരായ ഒരു പ്രതിഷേധമായി മാറുകയല്ലേ അവിടെ? ഉറപ്പായും അങ്ങനെ തന്നെയാണ്. കാരണം ഈ പ്രതിഷേധം അത് അപ്രതീക്ഷിതമായിരുന്നു. വലിയ തോതിൽ ഒരു സമാധാനപരമായി ഇതിനുള്ളിൽ നമുക്ക് കാണാം. അവിടെ ഒരു ചെറിയൊരു പന്തൽ കെട്ടി സമരം നടത്തി വരികയായിരുന്നു. അതിനിടെയാണ് ഒരു കൂട്ടം ആളുകൾ കഴിഞ്ഞ ദിവസം രാത്രി ഇവിടെ എത്തുകയും ബാരിക്കേഡ് തന്നെ തകർത്ത് കമ്പും കല്ലും വടികളുമായി അകത്തേക്ക് കയറി എമർജൻസി വിഭാഗത്തിൽ കയറുകയും അവിടെ ഉണ്ടായിരുന്ന അത്യാധുനിക സംവിധാനങ്ങൾ അടക്കം തകർക്കുകയും ചെയ്തത്. പോലീസുകാരെ കാണാം. ഇവിടെ കൽക്കട്ട പോലീസ് ഇവിടെ ഇരിക്കുന്നത് കാണാം. അവർ 19 പേരെ ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. രാഷ്ട്രീയ വാദപ്രതിവാദങ്ങൾ അതേസമയം തുടരുകയുമാണ്. മമതാ ബാനർജി ഈ അക്രമത്തിന് പിന്നാലെ തന്നെ പ്രതികരിച്ചിരുന്നു. ഒരു ഗൂഢാലോചന ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. CPM-ഉം BJP-യും തമ്മിൽ ചേർന്നൊരു ഗൂഢാലോചനയുണ്ട്. മാത്രമല്ല ബംഗ്ലാദേശിന്റെ അതിർത്തി വെസ്റ്റ് ബംഗാളിൽ കൂടിയാണ്. അങ്ങനെ ബംഗ്ലാദേശിൽ ഉണ്ടാക്കിയ ഒരു കലാപം, ഭരണകൂടത്തെ അട്ടിമറിക്കാൻ ഉണ്ടാക്കിയ ഒരു കലാപത്തിന് സമാനമായി ഒരു കലാപം ഇവിടെ മാറുന്നു എന്നൊരു വാദപ്രതിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. BJP-യും CPM-ഉം ആരോപിക്കുന്നത് രാഹുൽ ഗാന്ധി തന്നെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിരുന്നു. മമതാ ബാനർജിക്കെതിരെ കാര്യമായി തന്നെ പ്രശ്നം സംഭവിച്ചിട്ടുണ്ട്.